ഹായ് ഹലോ വെൽക്കം ടു സിനിമാറ്റെക്. എന്നോടൊപ്പം ഉള്ളത് സോഷ്യൽ മീഡിയയിൽ നിറ സാന്നിധ്യമായിട്ടുള്ള കപ്പിളാണ്. RJ കപ്പിൾ രേവതി ആൻഡ് ജിഷ്ണു. A few moments later. കാരണം മുന്നേ ഞങ്ങൾ നിന്നിരുന്ന വീട് 2000 രൂപയുടെ വീടാണ്. 2000 എന്ന് പറയുമ്പോൾ ഏകദേശം മനസ്സിലാവില്ല എങ്ങനെയായിരിക്കും. ഒറ്റൊരു ഹാളും ബാത്റൂമും കിച്ചണും മാത്രമേ ഉണ്ടായുള്ളൂ. അത് ഭയങ്കര ഷോക്കായിരുന്നു. ഒരു ദിവസം പഴുതാര 4 പൊറോട്ട, ഒരു ദിവസം 4 പൊറോട്ട, അതാണ് ഞങ്ങളുടെ ഭക്ഷണം. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ ഇന്ന് കാണുന്ന RJ കപ്പിളിൽ എത്തിയത്. ഉറപ്പായിട്ടും കുറെ പേര് ഇങ്ങനെ കളിയാക്കും, തമാശ രൂപത്തിൽ പറഞ്ഞ് നമ്മളിങ്ങനെ കളിയാക്കും. വലിയ ഇൻഫ്ലുവൻസർ ആയിട്ട് എന്താ കാര്യം, സൊമാറ്റോ അല്ലേ ജോലി. പക്ഷെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഒന്നും ചെയ്യാണ്ടല്ലോ, ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു നിലയ്ക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ടൊരു പ്രൗഡാണ് നമുക്ക്. അതിപ്പം ഫാമിലിയിലാണ് കൂടുതലും. നമ്മൾ എവിടെ എത്തിപ്പോകരുത്, നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര കുശുമ്പായിരിക്കും. നമ്മുടെ സിറ്റുവേഷനും എല്ലാം കൂടെ കണ്ടപ്പോൾ അവർ വിചാരിച്ചു നമ്മൾ മെന്റലി നമ്മളിനി എവിടെ എത്തില്ല എന്നുള്ളൊരു മൈൻഡായിരുന്നു. അവർക്ക് ഹാപ്പിയായി. ഹോമവും പൂജയൊക്കെ ചെയ്ത് ഞങ്ങള് കാറെടുത്തു. ഞങ്ങള് രണ്ടുപേരും കൂടെ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ട് കാർ എടുത്തു. കാരണം കാറ് നമുക്ക് എടുക്കാൻ പറ്റൂന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മള് കാർ എടുത്തിട്ട് നമ്മള് കസിന്റെ കൂടെ ഇങ്ങനെ പോയപ്പോഴത്തേനും, അപ്പൊ 4ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേനും ഇങ്ങനെ അമ്മയടുത്ത് ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാർ പറഞ്ഞു, അങ്ങനെ കുഞ്ഞിനെ അത്ര നോക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ഒരു ഹോസ്റ്റൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ലീവ് സെക്കൻഡ് സാറ്റർഡേ വീട്ടിൽ നിന്ന് ആൾക്കാർ വരും. പക്ഷെ എൻ്റെ അമ്മ അങ്ങനെ വരില്ലായിരുന്നു. കാരണം അമ്മയ്ക്ക് അങ്ങനെ വരാനോ പൈസ ഒന്നും ഇല്ല. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ എല്ലാ സെക്കൻഡ് സാറ്റർഡേ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനൊക്കെ വരും. അപ്പൊ ഇവര് അന്ന് നമുക്ക് നന്നായിട്ട് ഫുഡ്, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പൊ ഇവര് കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയും കൊണ്ടുവന്നതാ. എനിക്ക് അങ്ങനെ കാണുമ്പോഴേ ഭയങ്കര സങ്കടമാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു വാർഡനുണ്ട്, അപ്പം ഞങ്ങളെ നോക്കുന്നത് അവരാണ്. അപ്പൊ ഇവര് ഞങ്ങളുടെ അവിടുത്തെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടീൻ്റെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അവരവിടെ തന്നെ ജോലി ചെയ്യുന്ന. ഇവർക്ക് അവരോട് ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് മെന്റലി ഇവര് ഭയങ്കരമായിട്ട് എന്നെ, അപ്പം എൻ്റെ ഒരു മാർക്ക് കുറഞ്ഞ ആളെന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തു, എന്നെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള അറിവാണ് എനിക്ക്, ഞാൻ മരിച്ചു എൻ്റെ ബോഡി പുറത്തേക്ക് എടുത്തു വെച്ചേക്കാണ്. ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എന്നെ മരിച്ചു എന്ന് പറഞ്ഞ് പുറത്തിറക്കി എൻ്റെ അമ്മേനെ ഇൻഫോം ചെയ്തു, കുട്ടി മരിച്ചുപോയി, വേഗം വരണമെന്ന് പറഞ്ഞിട്ട്. അമ്മ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ബോഡി ഇങ്ങനെ മാറ്റുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് അനക്കം വന്നു. അത് ഭയങ്കര ഒരു അത്ഭുതമായി. ആ ഒരു ഹോസ്പിറ്റലിൽ അത് ഭയങ്കര ഇതായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ദൈവമൊന്നും ഇല്ല. ദൈവമൊക്കെ ഉണ്ട്. എൻ്റെ അമ്മ എന്തോരം പ്രാർത്ഥിച്ചിട്ട് എന്തോരം നേർച്ചകളൊക്കെ ചെയ്തിട്ടുണ്ട്. പട്ടിണി വരെ കിടന്നിട്ടുണ്ട്. എന്നിട്ട് എന്നെ നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ ഒരു ഗതി ഇല്ലാണ്ടായി. അമ്മ മാത്രമേ ഉള്ളൂ, ബന്ധക്കാരെന്ന് പറയുന്ന ആരും ഇല്ല. എന്നിട്ട് എൻ്റെ അമ്മയടുത്ത് നാട്ടുകാരിൽ കുറെ പേര് പറഞ്ഞു, പൈസ ഒന്നും ഇല്ലെങ്കിൽ പോയി കണ്ട് എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ്റെ വീട്ടുകാരൊക്കെ അമ്മയുടെ കയ്യിലൊരു പാത്രം കൊടുത്തിട്ടിട്ട് അമ്മ മല്ലപ്പള്ളി സ്റ്റാൻഡ് ഉണ്ട്, അവിടെ പോയിട്ട് അമ്മ ഭിക്ഷ എടുക്കുമായിരുന്നു. എൻ്റെ മോൾക്ക് വയ്യ, എന്തെങ്കിലും പൈസ ഒക്കെ തരണമെന്ന് പറഞ്ഞിട്ട്. തന്നെ എനിക്ക് മനസ്സിലായി ദൈവം എന്ന് പറയുന്ന ഒരാളില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്കോ എനിക്ക് ഇങ്ങനെ ഒരു ഗതിയേ വരില്ല. ഹായ് ഹലോ വെൽക്കം ടു സിനിമാറ്റെക്. എന്നോടൊപ്പം ഉള്ളത് സോഷ്യൽ മീഡിയയിൽ നിറ സാന്നിധ്യമായിട്ടുള്ള കപ്പിളാണ്. RJ കപ്പിൾ രേവതി ആൻഡ് ജിഷ്ണു. പെട്ടെന്ന് RJ കപ്പിൾ എന്ന് പറഞ്ഞേ പെട്ടെന്ന് പേര് പറയുമ്പോൾ വിട്ടുപോയി. നമസ്കാരം. എപ്പോഴും ഇങ്ങനെ ചിരി, എന്നും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കോ? എനിക്ക് ജന്മനാ കിട്ടിയതാ. ആ ഒരു ചിരി തന്നെ നോൺ സ്റ്റോപ്പ് ആയിട്ട് നല്ല രസം. പക്ഷെ കേക്കാൻ നമ്മള് പാവക്കൊക്കെ ചിരിക്കേ, ചിരിച്ച് ഞാൻ നിർത്തൂല. ചിരിയിലാണോ വീണേ? അങ്ങനെയൊന്നുമില്ല, ചിരിയിലൊന്നുമല്ല വീണേ. ജിഷ്ണു ഒന്നും സംസാരിക്കാത്ത എന്താ? കുറച്ചുമ്പോ ശരിയായിക്കോളും. ആണോ? തുടക്കം സ്റ്റാർട്ടിങ് ട്രബിൾ. പക്ഷെ നമ്മൾ ആദ്യം അറിയുന്നതല്ലേ, ഒരു വട്ടം ഇത്ര നാളായല്ലേ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കൊറേ പ്രശ്നങ്ങളായി. എവിടെയാണ് രണ്ടുപേരുടെയും വീട് കറക്റ്റ്? ഇപ്പൊ ആലുവയാണ്. ആലുവ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി?
4 വർഷം. 4 വർഷം. 4 വർഷം. വീട് രണ്ടാളുടെ ഇവിടെ എൻ്റെ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുട. ഉള്ള എൻ്റെ പത്തനംതിട്ട മല്ലപ്പള്ളി. ഇരിഞ്ഞാലക്കുട നമ്മുടെ ഇന്നസെന്റ് ഏട്ടൻ്റെ ഒക്കെ അവിടെ അറിയോ? വീടൊക്കെ അടുത്താണോ? അവിടെ നിന്ന് 2 കിലോമീറ്റർ ഉള്ളൂ. ആണോ? അപ്പൊ കുട്ടിക്കാലം തൊട്ട് അറിയായിരിക്കും അല്ലേ? നമ്മ ഫ്രണ്ട്സ് ആയിട്ട് ആളുടെ വീടിന്റെ ഓപ്പോസിറ്റ് ചന്തയുണ്ട്. ആ അവിടെ ഒരു ബസ് സ്റ്റാൻഡ്, ലോറി സ്റ്റാൻഡ് ഉണ്ട്. അവിടെയൊക്കെ നമ്മള് പോയിരിക്കാറൊക്കെ ഉണ്ട്. ആണോ? അന്നേരം നാട്ടില് പിന്നെ നാട്ടിൽ നിന്ന് മിണ്ടുവൊക്കെ ചെയ്യായിരുന്നു ആദ്യം ചെറുപ്പത്തില്? അദ്ദേഹം മരിച്ചപ്പോഴൊക്കെ പോയായിരുന്നു? ആളധികം ഇവിടെ വല്ലപ്പോഴൊക്കെ പോണൊക്കെ കാണാം. ശരിക്കും വീട്ടില് ആരൊക്കെയുണ്ട്? ഇവിടെയല്ല, ഇവിടെ നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അല്ലാതെ എൻ്റെ വീട്ടില് അമ്മയും ചേട്ടനും ചേട്ടൻ്റെ വൈഫും കുട്ടിയുണ്ട്. അതാണോ കുട്ടിയെ കളിപ്പിക്കുന്ന ഒരു വീഡിയോ? അങ്ങനെയാണോ കുട്ടികളെ കളിപ്പിക്കുന്നത്? അല്ല അതല്ല, പരിചയമില്ല. പരിചയം ആയിക്കോളൂ അല്ലേ? അതെ. അങ്ങനെയല്ലേ നമ്മള് എക്സ്പീരിയൻസ് ആവുക. ഒരുപാട് പേര് അതിൽ കമന്റ് കണ്ടായിരുന്നു നിങ്ങളുടെ കുട്ടിയാണോ എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ അതിനെന്താ റിപ്ലൈ കൊടുക്കാഞ്ഞേ? അത് നമ്മൾ സർപ്രൈസ് ആയിരിക്കും വെച്ചേക്കുന്നത്. സസ്പെൻസ് ആക്കി വെച്ചു. ഞങ്ങൾ കമന്റ് ബോക്സ് അങ്ങനെ അധികം നോക്കാറില്ല. പക്ഷെ നിങ്ങൾക്ക് അധികം നെഗറ്റീവ് ഒന്നും ഇല്ലല്ലോ, എല്ലാം പോസിറ്റീവ് അല്ലേ അധികം? നോക്കാറില്ല കമന്റ് ഒന്നും. നമുക്ക് പരിചയമുള്ളവരുണ്ടെങ്കിൽ അത് റീമെൻഷൻ ചെയ്യുന്നല്ലാണ്ട് അങ്ങനെ എടുത്ത് നോക്കിയപ്പോഴും ഇരിക്കാറില്ല. സമയം കിട്ടാറില്ല. ഇപ്പോഴും കണ്ടന്റിന് വേണ്ടി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലേ? നമ്മള് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല ഗ്യാപ്പ് വരും. കാരണം ഇടാൻ സമയം കിട്ടാറേ ഇല്ല. ഒരിടയ്ക്ക് നിങ്ങൾ നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു അല്ലേ വീഡിയോ? അത് നമുക്ക് അക്കൗണ്ട് എന്തോ കിട്ടിയതാ, അക്കൗണ്ട് സ്റ്റാറ്റസ്. അപ്പൊ 2 എണ്ണം പോയി എടുക്കാൻ. ഇപ്പൊ ലൈവിന് 30 ദിവസം കൂടെ ആണോ? എന്നാലേ റെഡി ആവുള്ളൂ. 1 വർഷം കിട്ടിയത്. ഭയങ്കര റീച്ചായി വന്നപ്പോഴാണ് പെട്ടെന്നൊരു ഡൗൺ ആയിട്ട് ഇപ്പൊ പിന്നെ നന്നായിട്ട് കയറി വരുന്നുണ്ടല്ലേ? 3 മാസം നമ്മ വീഡിയോ അധികം ഇട്ടിട്ടില്ല. ഞങ്ങള് കൂടുതൽ റീച്ച് ആയി കഴിയുമ്പോ ഞങ്ങള് പിന്നെ വീഡിയോ ഇടാറില്ല. ഇടാൻ പറ്റാറില്ല. സമയമില്ല. സമയമില്ലാത്തത് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ? എന്താണ് ചെയ്യുന്നേ? ഞാൻ സൊമാറ്റോ ഓടുന്നുണ്ട്. സൊമാറ്റോ. നമ്മ ശരിക്കും ജോലി കഴിഞ്ഞ് കാലത്ത് പോവും. ഒരു 7 മണി 8 മണിയാകുമ്പോൾ പോവും. എന്നിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ വരും. എന്നിട്ടുള്ള പിന്നെ റിട്ടേൺ 6 മണിക്ക് പോകും. അപ്പൊ ആ ഒരു 3 മണിക്കൂർ ഗ്യാപ്പിലാണ് ഫുഡിങ്ങും ഫ്രഷായി വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇടുന്നത്. ജോലി സൊമാറ്റോ ഓടുന്ന മാത്രമാണോ, അല്ലാതെ വേറെ വർക്ക് ഉണ്ടോ? ഇല്ല, പിന്നെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ പ്രൊമോഷനും കാര്യങ്ങളും. ഈ സൊമാറ്റോയിലൊക്കെ ഓടുമ്പോ എല്ലാരും പറയും നല്ലൊരു ഇൻകം കിട്ടുന്നു. ശരിക്കും ഉണ്ടോ? സൊമാറ്റോയില് നല്ല കഷ്ടപ്പാടുണ്ടോ സൊമാറ്റോയിൽ ഓടുമ്പോ? ഞാനിപ്പോ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് വണ്ടിയാ, അതുകൊണ്ട് എനിക്ക് വലിയ ഇതില്ല. പക്ഷെ പെട്രോൾ വണ്ടിയിൽ ഓടുന്നവർക്കൊക്കെ അത്യാവശ്യം ഓടണം. എന്നാലും നമ്മളിങ്ങനെ ചീറിപ്പാഞ്ഞ് പോകണ്ടേ? ആ ഒരു ടൈമിനുള്ളിൽ എത്തി ആൾക്കാരുടെ അടുത്ത് നിന്ന് തെറിയങ്ങാണ്ട് കേട്ടിട്ടുണ്ടോ ഭക്ഷണം കൊടുക്കാൻ പോയപ്പോ? ഇവിടെ ബ്ലോക്ക് ഒക്കെ വരുമ്പോ, കാരണം പേഴ്സണലി ഇവിടെ ഒരുപാട് ബ്ലോക്ക് ഉണ്ടല്ലോ. നമ്മുടെ മാർത്താണ്ഡപുരം പാലൊക്കെ ഇല്ലേ, അവിടെ ഒക്കെ നല്ലോണം ബ്ലോക്ക് ഇട്ടാറുണ്ട്. പക്ഷെ അത് കസ്റ്റമറിനോട് ചിലവര് കുഴപ്പമില്ല, ചിലവര് ചീത്ത പറയും. ചിലവര് ഭയങ്കര ഫ്രോഡാ. അവര് ഫുഡ് കിട്ടി കഴിഞ്ഞാലും ഇവര് ഫുഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞ കംപ്ലൈന്റ് കൊടുക്കും. അപ്പൊ നമ്മൾ ഓടണ ക്യാഷിൽ നിന്ന് ഇവര് ആ ഫുഡിന്റെ പൈസ പിടിക്കും. എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒരു 1200 എന്റെ പിടിച്ചിട്ടുണ്ട്. ആണോ? പിന്നെ നമ്മള് എന്തേലും പണ്ട് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നില്ലേ, നമുക്ക് ആ ഫുഡ് കഴിച്ചാലും അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ? കസ്റ്റമേഴ്സ് പറയുന്നത് നമ്മൾ ഓർഡർ ചെയ്തല്ല എന്നൊക്കെ പറഞ്ഞ് അവരത് കിട്ടിയാലുവേ പൈസ ഇല്ലാതെ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റും. അങ്ങനെ കൊറേ ഫ്രോഡ് ഉണ്ട് സൊമാറ്റോയിൽ തന്നെ. ഞാൻ ഒരുപാട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് കാണാറില്ലേ, സൊമാറ്റോ ബോയ്സിന്റെ ഒക്കെ ഭയങ്കര വിഷമമുള്ളവര്, അവര് കഴിക്കുന്നത് തന്നെ സമയം ഉണ്ടാവില്ല അവർക്ക്. നമ്മളൊരു 10-20 ഓർഡർ എടുത്താലും നമുക്ക് ഒരു 1500 രൂപ 1000 കിട്ടുള്ളൂ. പക്ഷെ അതിന്ന് പെട്ടെന്ന് ഇവരിങ്ങനെ എന്തെങ്കിലും ഫ്രോഡ് കാട്ടി കഴിഞ്ഞാൽ ആ ഫുഡിന്റെ പൈസ കറക്റ്റ് നമ്മളെ പിടിക്കും. അപ്പൊ അത്ര നേരം ഓടിയത് വെറുതെ. അപ്പൊ നമുക്ക് ആരോട് റിപ്പോർട്ട് ചെയ്യാനൊന്നും? റിപ്പോർട്ട് ചെയ്തിട്ടും ഹിന്ദിക്കാരൻ മിക്കതും വിളിക്കുള്ളൂ, പക്ഷെ റിപ്പോർട്ട് കസ്റ്റമറുടെ കൂടെ നിൽക്കുള്ളൂ. ആണോ? കസ്റ്റമർ അല്ലെങ്കിൽ പിന്നെ നമ്മള് വീഡിയോ എടുത്ത് വെച്ച് അവർക്ക് കൊടുക്കണം, അങ്ങനെ എടുക്കണം. പക്ഷെ നമുക്ക് അറിയില്ലല്ലോ ഈ കസ്റ്റമർ ഇങ്ങനെ ചെയ്യോ ഇല്ല, നമുക്ക് അറിയില്ലല്ലോ. ചിലർക്ക് അത് ഇഷ്ടാവില്ലല്ലോ. പിന്നെ ഭയങ്കര ഫ്രീഡമാ, ഒരാളുടെ കീഴിലല്ലല്ലോ വർക്ക് ചെയ്യാൻ. നമുക്ക് തോന്നുമ്പോ വർക്ക് ചെയ്താൽ മതി, അങ്ങനെ ഒരു ഫ്രീഡം. ഞങ്ങള് മുന്നേ ഒരു വട്ടം വർക്ക് ചെയ്തതാ, പക്ഷെ അന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നമുക്ക് സാലറി കിട്ടാത്തൊരു പ്രശ്നമായി. പിന്നെ അച്ഛന് പെട്ടെന്ന് ന്യൂമോണിയ വന്നു. അപ്പൊ പെട്ടെന്ന് എമർജൻസി ആയിരുന്നു. അപ്പൊ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് വരണം എന്ന് പറഞ്ഞു, എന്തായാലും വരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും പോവാൻ നിൽക്കുന്ന സമയത്ത് ആളുടെ അടുത്ത് ലീവ് ചോദിച്ചപ്പോ തന്നില്ല. പറഞ്ഞു നിന്നെ പൈസ കൊടുത്ത് നിർത്തിയാണ് വെറുതെ എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ചൂടായി. ജോലി ചെയ്ത സമയത്ത് ഞങ്ങൾ ബില്ലിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് പ്രശ്നമായിട്ട് രാത്രി ഞങ്ങളെ വിളിപ്പിച്ച്. ഞാൻ പറഞ്ഞു ജോലി നിർത്താൻ പോവാന്ന് പറഞ്ഞു. അച്ഛനാണല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞ് നീ ഇങ്ങോട്ട് വാ, നിന്റെ സാലറി ഞാൻ തന്നേക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൊണ്ട്. സംഭവം വേറൊന്നല്ല, അവിടെ പിന്നെ ആകെ അലമ്പായി, ഒച്ചപ്പാടും ബഹളായി. പിന്നെ ഭീഷണിപ്പെടുത്തലായി, ഗുണ്ടകളുടെ വിളിയായി.
ആണോ? അത് നമ്മളിതെല്ലാം wrong വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചായിരുന്നു സംസാരിച്ചു. എന്റെ അടുത്തൊക്കെ ഭയങ്കര റോങ് ആയിട്ട് സംസാരിച്ചു. പിന്നെ അവിടെ ആൾക്കാരൊക്കെ കൂടി അങ്ങനെ ഇപ്പൊ രണ്ടാളും ഒരു സ്ഥലത്തായിരുന്നു ജോലി ചെയ്തേ? ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ആണോ? അങ്ങനെ ആയിരിക്കും നിങ്ങൾ പ്രണയം തുടങ്ങിയതല്ലേ? ആ, അതിലേക്ക് നമുക്ക് വരാം. അപ്പം ശരിക്കും ഈ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ഒരു ലൈഫ് ഉണ്ടല്ലോ, ആദ്യം വന്നൊരു ജേണി ഉണ്ട്. ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, എല്ലാവർക്കും ഇപ്പൊ അറിയാം, എല്ലാവരും പുറത്തിറങ്ങി അറിയുന്നുണ്ട്. അപ്പൊ ശരിക്കും ഇങ്ങനെ സൊമാറ്റോ ഓടാൻ പോകുമ്പോഴൊക്കെ ആൾക്കാർ തിരിച്ചറിയാറുണ്ടോ? സെൽഫി ഒക്കെ എടുക്കോ? ഇല്ല, അങ്ങനല്ല. അങ്ങനെ വീഡിയോ ചെയ്യുന്ന ഞാനല്ല അങ്ങനെ ചോദിച്ചിട്ട് പിന്നെ അങ്ങനെ എന്തെങ്കിലും മിണ്ടി പറഞ്ഞൊക്കെ നിൽക്കും. അതെങ്ങനെ മനസ്സിലാവും അറിയില്ല. ഇവൻ ഫുള്ള് ഹെൽമെറ്റ് ഒക്കെ വെച്ച് പൊതിഞ്ഞൊക്കെയായിരിക്കും, എന്നാലും മനസ്സിലായിട്ട് വരാറുണ്ട്. ഞാൻ മാളിൽ പോയിട്ട് ഫുഡ് എടുക്കണ സമയത്ത് ഇവിടെ വരെ മാസ്ക് ഇട്ടിട്ടാ പോയെ. പക്ഷെ അവിടെ നിൽക്കണ പയ്യന് മനസ്സിലായി. അത് ഡൗട്ട് അടിച്ചിട്ട് ചോദിച്ചേ. അപ്പൊ ഇങ്ങനെ നമ്മള് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇതല്ലാതെ ഇൻഫ്ലുവൻസർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ ജോലിക്ക് പോവില്ല, വേറെ വർക്കിനൊന്നും പോവില്ല. ഇങ്ങനെ സൊമാറ്റോ ഇടാൻ അതൊക്കെ ഒരു വലിയ കാര്യം. അതിപ്പോ രേവതിയും ഭയങ്കര സപ്പോർട്ടാണ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതിന് പോണ്ട, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വേറെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇവള് ഇന്നവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഇവൾക്കറിയാം നമുക്കൊരു അനുഭവം ഉണ്ടായതാ. അപ്പൊ നമ്മ തീരുമാനിച്ചിട്ടുണ്ട് ഒരാളുടെ കീഴിൽ നിൽക്കില്ല. ഇനി എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ തന്നെ സ്വന്തമായിട്ട് തുടങ്ങുള്ളൂ. അതിനകത്ത് പ്ലാനിങ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോണ്. അല്ല, ഇങ്ങനെ നമ്മളിപ്പോ ഇൻഫ്ലുവൻസർ ഒക്കെ ആയി വലിയ നിങ്ങൾ മില്യൺ വ്യൂസ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്ന, മില്യൺ വ്യൂസ് അടിക്കുന്ന, അപ്പൊ ഇങ്ങനെ ഇത് ഭയങ്കര നമ്മളെ ഒരു ജോലി മോശമായിട്ടാണല്ലോ സൊമാറ്റോ ഇടാൻ കൊണ്ട്, വേറെ എന്തെങ്കിലും വൈറ്റ് കോളർ ജോബ് നോക്കുക അങ്ങനെയൊക്കെ ആൾക്കാർ പറയില്ലേ? പറഞ്ഞിട്ടുണ്ട്. കൊറേ പേര് ഇങ്ങനെ കളിയാക്കും, തമാശ രൂപത്തിൽ പറഞ്ഞ് നമ്മളിങ്ങനെ കളിയാക്കും. വലിയ ഇൻഫ്ലുവൻസർ ആയിട്ട് എന്താ കാര്യം, സൊമാറ്റോ അല്ലേ ജോലി? പക്ഷെ സൊമാറ്റോ എന്ന് പറയുന്ന ഒരു ജോലിയല്ല, അത് ഒരുപാട് പേര് ചെയ്ത് കുറെ കാശ് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ അത്ര കഷ്ടപ്പെട്ട് ചെയ്യുന്നത്, ഏത് ജോലിയാണെങ്കിലും കഷ്ടപ്പെട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമ്മള് ഈ ഒരു ഫീൽഡിൽ എത്താൻ കാരണം സൊമാറ്റോ. കാരണം എനിക്ക് സൊമാറ്റോക്ക് പോകേണ്ട ഈ ടൈം കിട്ടിയത് ഈ വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ. അല്ലെങ്കിൽ നമ്മളൊരു 9 മണിക്കൂർ ജോലി ചെയ്യണമല്ലോ, പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ ടൈം കിട്ടില്ല. ഇതാവുമ്പോൾ സ്വന്തമായിട്ടുള്ള നമ്മൾ തോന്നുന്ന സമയത്ത് നമുക്ക് പോവാം. കാരണം മുന്നേ ഞങ്ങൾ നിന്നിരുന്ന വീട് 2000 രൂപയുടെ വീടാ. 2000 എന്ന് പറയുമ്പോൾ ഏകദേശം മനസ്സിലാവില്ല എങ്ങനെ ഇരിക്കുന്നു. ഒറ്റൊരു ഹാളും ബാത്റൂമും കിച്ചണും മാത്രമേ ഉണ്ടായുള്ളൂ. അങ്ങനെയായിരുന്നു നിങ്ങൾ താമസിച്ചത്? അത് ഭയങ്കര ഷോക്കായിരുന്നു. ഒരു ദിവസം 4 പൊറോട്ട, ഒരു ദിവസം 4 പൊറോട്ട, അതാണ് ഞങ്ങളുടെ ഭക്ഷണം. ഒരു നേരെ കഴിക്കുള്ളൂ, ഇപ്പോഴും ഒരു നേരെ കഴിക്കുള്ളൂ. അല്ല, അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ ഇന്ന് കാണുന്ന RJ കപ്പിളിൽ എത്തിയത്. ഉറപ്പായിട്ടും. അപ്പം ആ ഒരു കഷ്ടപ്പാടൊക്കെ ഓർത്തെടുക്കുമ്പോ എന്താ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നത്? ലൈഫിൽ ഭയങ്കര സന്തോഷാ. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഒന്നും ചെയ്യാണ്ടല്ലോ, ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു നിലയ്ക്ക് വരുമ്പോ ഭയങ്കരമായിട്ടൊരു പ്രൗഡാ നമുക്ക്. നമ്മളെ കൊണ്ട് അതിന് പറ്റിയില്ലോ എന്നുള്ള ഒരു ഇതാണ്, എവിടെ എത്തില്ല എന്നുള്ളൊരു ഇതായിരുന്നു മനസ്സിലാക്കുക. അതുപോലത്തെ സിറ്റുവേഷൻ രണ്ടുപേർക്കും. ഫാമിലിയിലാണ് കൂടുതലും. നമ്മൾ എവിടെ എത്തിപ്പോകരുത്, നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര കുശുമ്പായിരിക്കും. കാരണം ഇപ്പൊ നമ്മള് വീഡിയോസ് ഒക്കെ ഇടുമ്പോഴോ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഷോയില്, അമൃത ടിവിയിൽ ഒരു ഷോയില് ഇട്ടിട്ടുണ്ടായിരുന്നേ. ആ ടൈമില് നമ്മൾക്ക് അറിയാത്ത കുറെ പേര് ഇങ്ങനെ കുറെ നമ്മളെ വിഷ് ചെയ്തു, നന്നായി വരട്ടെ എല്ലാം. നമ്മുടെ കുറെ സ്റ്റാറ്റസ് ആണ്, നമ്മുടെ കസിൻസും ഒക്കെ ഉണ്ട്. അവരൊന്നും ഒന്നും പറഞ്ഞില്ല. ഇതാ നിങ്ങൾ ആ ഷോയില് പോയല്ലേ, ഷോ കാണാൻ പോലും തയ്യാറായില്ല. അവർക്കൊക്കെ ഭയങ്കര ഒരു കുശുമ്പായിരുന്നു. നിങ്ങളുടെ ആ ഷോ അന്ന് എല്ലാരും കൂടി പോയത് സ്വന്തം വീട്ടുകാർക്കോ അല്ലെ കുടുംബക്കാർക്കോ ആയിരിക്കും അല്ലെ? മൊത്തം വീട്ടുകാർക്കല്ല, നമ്മൾ അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി അവർക്ക് ഉണ്ടാവില്ല. അല്ലാതെയുള്ള റിലേഷൻഷിപ്പിൽ ഭയങ്കര അസൂയായിരിക്കും. ഒരാള് വളരുന്നത് ഇഷ്ടപ്പെടില്ല. അവര് ഓൾറെഡി മുന്നേ തീരുമാനിച്ചാണ് നമ്മളെവിടെ എത്തില്ല. പക്ഷെ ഒറ്റയടിക്ക് മാറിയപ്പോ നമ്മുടെ സിറ്റുവേഷനും എല്ലാം കൂടെ കണ്ടപ്പോ അവര് വിചാരിച്ചു നമ്മള് മെന്റലി നമ്മളിനി എവിടെ എത്തില്ല എന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു. അവർക്ക് ഹാപ്പിയായി. ഹോമവും പൂജയൊക്കെ ചെയ്ത് ആ സമയത്ത് ഇവർക്ക് ഇങ്ങനെയാണ്, നിങ്ങൾ ഗൾഫിൽ പോ, രക്ഷപ്പെട്. പക്ഷെ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോ ഒരു അനക്കൂല. രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും ഭയങ്കര പ്രചോദനമായിരിക്കും. രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മിണ്ടാതിരുന്നിട്ടുണ്ടോ? അങ്ങനെയല്ല, നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് വൈറലായി നിങ്ങൾ വലിയ ഏതെങ്കിലും സ്ഥാനത്ത് എത്തുമെന്നൊക്കെ വിചാരിച്ചിട്ട് അവരിങ്ങനെ നീറി കഴിയുമായിരിക്കും. അങ്ങനെ പിന്നെ മിണ്ടാതെ ഇരുന്നിട്ടുണ്ടോ? ഞങ്ങള് കാർ എടുത്തു. ഞങ്ങള് രണ്ടുപേരും കൂടെ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ട് കാർ എടുത്ത. കാരണം കാറ് നമ്മൾക്ക് എടുക്കാൻ പറ്റൂന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മള് കാർ എടുത്തിട്ട് നമ്മള് കസിന്റെ കൂടെ ഇങ്ങനെ പോയപ്പോഴത്തേനും നമ്മള് നോർമലി കാണുമ്പോൾ ഭയങ്കരമായിട്ട് കമ്പനി അടിച്ച് ഇങ്ങനെ സംസാരിക്കാറുള്ള. പക്ഷെ അന്ന് കാർ എടുത്ത് ഞങ്ങൾ ആളെ കൊണ്ട് പോയപ്പോ ആളൊരക്ഷരം പോലും പറയാനില്ല. നമ്മൾ അങ്ങോട്ട് കുറെ ചോദിക്കുമ്പോഴൊക്കെ ആളിങ്ങനെ മുഖം കയറ്റി പിടിച്ചിങ്ങനെ ഇരിക്കുക, മിണ്ടണേ ഇല്ല. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവർക്കൊക്കെ ഭയങ്കരമായിട്ട് ജലസ. നമ്മളിപ്പോ അധികം കണക്ഷൻ വെച്ചിട്ടില്ല ആരുമായിട്ട്. അങ്ങനെ
ഇപ്പൊ എല്ലാം നിർത്തി. നമുക്ക് ഇവിടെ ഇപ്പൊ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരായിട്ട് തന്നെ ഉള്ളൂ, അല്ലാണ്ട് പുറത്തോട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരായിരിക്കും നമ്മുടെ എന്താ പറയാ നമ്മുടെ താഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവര്, പുരോഗതി കാണാൻ ആഗ്രഹിക്കുന്നവര് കുറച്ച് പേരെ നമ്മുടെ ഉണ്ടാവും. വീട്ടുകാര് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ, നമ്മളെങ്ങനെയാലും നന്നായിട്ട് ഫ്രണ്ടായിട്ട് ഒരു ഫാമിലി ഉണ്ട്, അവർക്ക് ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടാൽ മതി എന്നൊരു മൈൻഡാ. ഇപ്പോഴും ഞാനും അവനും കൂടെ, അവന്റെ പേര് അൻസർ എന്നാ. അപ്പൊ ഞങ്ങളിപ്പോ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഒരു ബിസിനസ് പ്ലാൻ തന്നെ. അതിപ്പോ 2 മാസത്തിനുള്ളിൽ വർക്കൗട്ട് ആവും. അപ്പൊ അതിനു വേണ്ടി ഇങ്ങനെ നിൽക്കുക. അപ്പൊ അവന്റെ ഫാമിലിക്ക് ഞങ്ങൾ രക്ഷപ്പെടണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നുമില്ലാത്ത സമയത്ത് ഇവിടെ വന്നപ്പോ ആദ്യമായിട്ട് കിട്ടിയ കമ്പനി അത് ഒരുമിച്ച് രണ്ടുപേരും സൊമാറ്റോ കൂടി അങ്ങനെ കമ്പനി ചെയ്താ. ഉറപ്പുണ്ട് ഞങ്ങൾക്ക് ലൈഫ് ലോങ് ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും അവരുണ്ടാവും. അതെ അതെ, അങ്ങനെ കട്ടക്കൊരിച്ച് അങ്ങനെ കിട്ടുന്ന ഒരു ഭയങ്കര അതാണ് ശരിക്കും പറഞ്ഞാ. ഇപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് കുടിച്ച വെള്ളത്തിൽ ആരും വിശ്വസിക്കരുതെന്ന് പറയാം, പക്ഷെ ഞാൻ അവനെ വിശ്വസിക്കും. അതുകൊണ്ടാണ് ഞാൻ അവനായിട്ട് ഒരുമിച്ച്. അതെ അതെ, നമ്മള് ഫ്രണ്ട്ഷിപ്പ് ആയാലും ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ കുറെ ആലോചിക്കണം എന്നൊക്കെ പറയും. അത്രയും വിശ്വാസമുള്ളവരായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ നേരത്തെ ഒരു ലൈഫ് പറഞ്ഞല്ലോ, ഇപ്പം 4 പൊറോട്ടയൊക്കെ കഴിച്ചിട്ടാ ജീവിച്ചത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയൊക്കെ ചെയ്തിട്ടുണ്ടോ? വിഷമില്ല, നമ്മള് ആ ഒരു സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്ത് വന്നതാ. അതുകൊണ്ട് വിഷമില്ല, രക്ഷപ്പെടണം. നമ്മളൊന്നും ഇല്ലാത്തുള്ള ഒരു ലൈഫിൽ തന്നെ ആയിരുന്നല്ലോ തുടങ്ങിയത്. ജീവിതം അങ്ങനെ തന്നെ ആയിരുന്നു, രണ്ടുപേർക്കും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിയോ നമ്മുടെ ലൈഫ് എന്താ ഇങ്ങനെ, നമ്മൾ ഇങ്ങനെ കഴിക്കുന്നത്, അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ആ ഒരു സമയം നമ്മൾ അടിച്ചു പൊളിച്ച് ഞങ്ങൾക്ക് ഒന്നിച്ച് നിന്നാ മതി. ഇങ്ങനെ സിറ്റുവേഷൻ വേണം, പൈസ വേണം, അങ്ങനത്തെ ഇല്ല. അതാണ് ആ ഒരു മൈൻഡ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മള് ചുമ്മാ അങ്ങനെ വീഡിയോ ഇട്ട് കേറി വന്നപ്പോ, പിന്നെ ഒരു വട്ടം ഞങ്ങൾ ലുലുമാളി പോയ സമയത്ത് ഇതേപോലെ വീഡിയോ ചെയ്യുന്ന ആരെ കണ്ട്. അപ്പൊ അവരുടെ അടുത്ത് ഈ പിള്ളേരുകൾ വന്നിട്ട് ഇങ്ങനെ സെൽഫി എടുക്കാൻ വരും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഇതേപോലൊക്കെ നമുക്ക് എന്നാളാവാൻ പറ്റും, അങ്ങനെ പറഞ്ഞു. എന്തെങ്കിലും പറ്റിയാ മതിയായിരുന്നു ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അതിന്റെ അടുത്ത 2 മാസം കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങള് വീഡിയോസ് ഇട്ട് അത് കേറി. ഞങ്ങളിപ്പോ ഇവിടെ ഒരു പാടത്താ എടുക്കുന്നത്. അവിടെ പോയപ്പോഴത്തേനും ആൾക്കാർ ഇങ്ങനെ ഞങ്ങളുടെ വന്ന് സംസാരിക്കും. അത് ഹിന്ദിക്കാരൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ കാണാൻ നല്ല രസമാണ്, ക്യൂട്ടായിട്ടാണ്. പിന്നെ രേവതി ആയാലും ഭയങ്കര രസമാണ്, രണ്ടുപേരും പെണ്ണൊക്കെ ആയിട്ടൊക്കെ ചെയ്യുന്നത്. ശരിക്കും ആ വീഡിയോയിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞങ്ങള്. അതെ, അത് പറയും എല്ലാരും, കണ്ണ് തട്ടാതിരിക്കട്ടെ, ചക്കിക്കത്തെ ശങ്കരനാണ്, പിന്നെ അത് നിങ്ങൾ രണ്ടുപേരുമാണ് ബെസ്റ്റ് ജോഡികൾ എന്നൊക്കെ പറയും. ഭയങ്കര രസമാണ്. രണ്ടുപേരും പിണങ്ങൊന്നുമില്ല, ഇങ്ങനെ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട്. ഒറ്റൊരു ദിവസം നിക്കുള്ളൂ ആ തല്ലുകൊണ്ടാന്ന്. ഞങ്ങള് നേരെ നോക്കി സംസാരിക്കും. ഇപ്പൊ ദേഷ്യപ്പെട്ട് വഴക്കിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഇവനെ ഞാൻ പറയുന്ന എന്തേലും ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആളപ്പ ചിരിക്കും. സ്ലിപ്പായി പോലോ, അപ്പൊ എനിക്ക് ശരി വരും. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഞാൻ തല്ലവിടെ തീർന്നു. അല്ലെങ്കിൽ രേവതിയുടെ ക്യാരക്ടർ മനസ്സിലാവും, അത്ര ദേഷ്യപ്പെട്ട് നിക്കാത്ത ഒരാളാണെന്ന് തോന്നുന്നു. സത്യം അങ്ങനെയാണോ? ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. അങ്ങനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാ. ആണോ? പക്ഷെ അങ്ങനെ ഓവറായിട്ട് ഒറ്റൊരു വട്ടം കണ്ട വന്നിട്ടുള്ളൂ. പിന്നെ എപ്പോഴും ചിരി ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഇതുപോലെ. അതെ അതെ, ചിരി പെട്ടെന്ന് വരുമ്പോ പറഞ്ഞാൽ പെട്ടെന്ന് ചിരിപ്പിക്കാൻ പറ്റുന്നുള്ളത് കൊണ്ട് എന്തായാലും പറയുമ്പോ സ്ലിപ്പായി പോകും. അപ്പൊ അതില് കയറി പിടിച്ചിരിക്കും. അപ്പൊ ആള് അത് വിട്ടോടെ. നേരത്തെ വാട്സപ്പിന്റെ കാര്യം നമ്മളെപ്പോഴും പറയും, നല്ല കാര്യങ്ങളൊന്നും നമ്മൾ ആദ്യമേ പറയാൻ പാടില്ല. നമ്മൾ ഫ്രണ്ട്സിനോടായാലും നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇടില്ലേ, അപ്പൊ പെട്ടെന്ന് തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് വാട്സപ്പ് കൂടോത്രം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. കാരണം നമ്മൾ നല്ല എന്തെങ്കിലും ഇടുമ്പോ അത് പിന്നെ നമുക്ക് നെഗറ്റീവായിട്ട് വരുന്നത്, നമുക്കത് നമ്മുടെ കയ്യിൽ നിന്ന് അത് പോവും. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള നെഗറ്റിവിറ്റിയിലൊക്കെ ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കാർ എടുത്തു പറഞ്ഞില്ലേ, കാർ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ കുട്ടുവിന്റെ വീട്ടില് അച്ഛൻ പറഞ്ഞു വണ്ടിയൊക്കെ പൂജിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനം പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ആയപ്പോ മനസ്സിലായി അങ്ങനെ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി പൂജിക്കണം, വണ്ടിയിൽ ഗണപതിനെ വെക്കണം, അയ്യപ്പനെ വെക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ അത് അത് ഗോവയ്ക്ക് പോയ പാടുന്നു. എന്നിട്ട് ഞങ്ങൾ അതുകൊണ്ട് എന്റെ കാറും കൊണ്ടിട്ട് ഞങ്ങൾ എന്റെ വീട്ടിൽ പോയി. അപ്പം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ വണ്ടി കയറാൻ ഭയങ്കര പാടാ, ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കൊണ്ടുപോയി അവിടെ കൊണ്ടുവച്ചപ്പോഴത്തേനും ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരാളുണ്ട്, ചേച്ചി. അപ്പൊ പണ്ടോട്ട് ഇങ്ങനെ എല്ലാരും ഒരാള് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നശിച്ചു പോവും അങ്ങനെയാന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഇവന്റെ അടുത്ത് ചുമ്മാ പറഞ്ഞടാ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്, നീ സൂക്ഷിച്ചോന്ന് ഇങ്ങനെ ചുമ്മാ തമാശക്ക് പറഞ്ഞതാ. അപ്പൊ എല്ലാരും വീട്ടിലുണ്ട്. എനിക്ക് ഒന്നിലും വിശ്വാസമില്ല, എനിക്ക് ദൈവത്തിലും വിശ്വാസമില്ല, ഇങ്ങനത്തെ കാര്യങ്ങളും വിശ്വാസമില്ല. ചേട്ടനും എല്ലാരും കൂടി ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞു നീ കാറ് സൂക്ഷിച്ചോട്ടാന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ആ ഒരു ഏരിയയില് അങ്ങനെ ഒരു കാറ് കൊണ്ടുവരാൻ
ഞങ്ങൾ വാങ്ങിക്കോന്നുള്ള ഒരു ഇതൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ചേച്ചി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചുമ്മാ സൂക്ഷിച്ച് ഭയങ്കര ആളിങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നോക്കിയേക്ക കാറില്, മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഇതായിട്ട്. അപ്പോഴത്തേനും ഞങ്ങള് വണ്ടി അവിടെ നിന്ന് വണ്ടി എടുത്തപ്പോ തന്നെ അല്ലേ വണ്ടി എടുത്തിട്ട് വീട്ടിൽ വന്ന് എന്നിട്ട് തിരുവോണത്തിന്റെ അന്ന് വീട്ടിൽ എന്റെ വീട്ടിൽ കാറിട്ട് ആ സമയത്ത് ഗേറ്റ് ഒക്കെ ചുമ്മാ വന്ന് കാറുമ്പോ വന്ന് അടിക്കുക. പിന്നെ ഇവള് വഴിക്ക് വീണ് ഇവിടെ തിരുവോണത്തിന്റെ ആളെ എന്റെ അടുത്ത് പറഞ്ഞേ, ഓ നീ രക്ഷപ്പെട്ടല്ലോ നീ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര പേടി, വീട്ടിലെത്തിയാ മതി തിരിച്ചു. അങ്ങനെ ആ അറ്റ ടൈം അപ്പ തന്നെ ആ വീഴ്ചയിൽ വീണില്ലേ, ആ സമയത്ത് ഇവളുടെ ഐഫോൺ നിലത്ത് പോയി. ഡിസ്പ്ലേ ബ്ലാക്കും വൈറ്റ് ആയിട്ട് 2 ഇതായി. അന്ന് ആ ഒരു ദിവസം തന്നെ ഒരു 10-40 രൂപ ആ റേഞ്ച് പോയി. ഡിസ്പ്ലേ മാറ്റി 20 രൂപ കണ്ടായി. പിന്നെ കാറിന്റെ വർക്ക് അങ്ങനെ. അപ്പൊ വിശ്വാസം വന്നു. അപ്പൊ തന്നെ ഞങ്ങള് മറ്റേ ഞാൻ ഇപ്പൊ നോക്കിയപ്പോ ചേച്ചിയുടെ കയ്യിലേക്ക് ശ്രദ്ധിച്ച ആ സംഭവം ഇവിലയുടെ സാധനങ്ങളൊക്കെ വാങ്ങി ഇടാനുള്ള മൈൻഡായി. അപ്പൊ ഗുരുവായൂർ പോയി വല്ല നേർച്ച നടത്തിയൊക്കെ ഉള്ളൊരു ഇതായി. അതില്ലേ സത്യം പറഞ്ഞാൽ അങ്ങനെ ആൾക്കാർ പറയും, നമ്മൾ നന്നാവുമ്പോ പെട്ടെന്ന് നമ്മുടെ ഒരു വാക്ക് മതി, അത് ആ ഒരു വാക്കിലൂടെ തന്നെ നമുക്കത് നെഗറ്റീവായിട്ട് വരും. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭയങ്കര ഇതുപോലെയുള്ള നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ വിശ്വാസം ഉള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പം വിശ്വാസമായില്ലേ? പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ ചിന്തിക്കും, ഇത് ശരിക്കും അവർ പറയാണ്ട് തന്നെ വരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷെ അത് അവരങ്ങനെ അവരെ കണ്ടിട്ട് അവരങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ എടുക്കുന്നതൊക്കെ ഞാൻ കുറെ ചിന്തിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചു നമ്മള് പേടിച്ചിട്ട് എന്തെങ്കിലും ചിലപ്പോ വരുമല്ലോ, അപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല ആ ആള് കാരണമാണ് നമുക്ക് വന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് സത്യമായിട്ടോ, നമ്മുടെ വാക്ക് ഭയങ്കര പവർഫുൾ ആണെന്ന് പറയാറുണ്ട്. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും. ഞാനിപ്പോഴും അത് എടുക്കുന്നത്, അത് നമുക്ക് ഓൾറെഡി വരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ, അത് വേറൊരാളുടെ വായന്ന് അതിന്റെ തലേ ദിവസം കേട്ടു, അത്രേ ഉള്ളൂ. ഞാൻ അമ്പലത്തിലൊന്നും പോവാറില്ല. പോവാൻ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം. ആ ഒരു സ്ഥലത്ത് ആംബിയൻസ് അടിപൊളിയാണ്. അല്ലാതെ വിശ്വാസമൊന്നുമില്ല ആർക്കും, രണ്ടാക്കും ഇല്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് എല്ലാ ശനിയും ഞായറും ഞാൻ അമ്പലത്തിൽ പോയി കാവല് കിടക്കും, അങ്ങനെ ആയിരുന്നു. പിന്നെ അങ്ങനെ ഒരു വിശ്വാസം പോയി. വിശ്വാസം പോവാൻ എന്താ കാരണം? അത് ഇപ്പൊ നമ്മ വഴിയിൽ ഓരോരുത്തരെ കാണുന്നുണ്ട്, അവരുടെ ലൈഫ് കാണുന്നുണ്ട്. അപ്പൊ പിന്നെ ഒന്നറിയാത്ത ആൾക്കാർ എന്തെങ്കിലും പറ്റി മരിച്ചു പോണത് ഓരോ സിറ്റുവേഷന്റെ പേരിലും. ഇപ്പൊ ബസ്സുകാരന്മാർ ഇവിടെ ഒന്നും കാർ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല, നോക്കി പോയില്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കൂട്ടുകാർ ഇന്നലെ ഉറങ്ങിപ്പോയി, ഊബർ ഓടിക്കുക, വേറെ വണ്ടിയുടെ ബാക്കിൽ പോയി തട്ടി. അപ്പൊ എനിക്ക് അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോ ഒന്നും അറിയാത്ത ആൾക്കാർക്കാണ് ഇങ്ങനെ ഓരോന്ന് പറ്റണേ. അപ്പൊ അങ്ങനൊരു ഇതുണ്ടെങ്കിൽ, ദൈവം എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ അതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുന്നവരും ഉണ്ട്. പക്ഷെ എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ട്, ദൈവം ഇല്ല എന്നുള്ളൊരു അനുഭവം എനിക്ക് നന്നായിട്ട് എന്റെ ലൈഫിലുണ്ട്. ആ വിശ്വാസം പോവാൻ എന്താ കാരണം? ഒരു ദൈവവിശ്വാസം. ശരിക്കും പറഞ്ഞാല് ഞാൻ കുഞ്ഞിലെ തൊട്ടേ ഹോസ്റ്റലിലാണ് പഠിച്ചത്. കാരണം എന്റെ സിറ്റുവേഷൻ ഭയങ്കര മോശമായിരുന്നു. അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നെയും ചേട്ടനെ വേറൊരു വീട്ടില് അവരാ നോക്കിയിരുന്നു, അവര് വളർത്തി എടുത്തു, അങ്ങനെ ആയിരുന്നു. അപ്പൊ എന്നെ അമ്മയ്ക്ക് നോക്കാനും പറ്റില്ല, കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ അച്ഛനും ഉണ്ടായിരുന്നില്ല. അപ്പൊ 4ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേനും ഇങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാർ പറഞ്ഞു, അങ്ങനെ കുഞ്ഞിനെ അത്ര നോക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ഒരു ഹോസ്റ്റൽ ഉണ്ടെന്ന് പറഞ്ഞു. ചേപ്പാട് പ്രത്യാക്ഷ ദീപം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്റ്റലുണ്ട്, അവിടെ കൊണ്ടാക്കി. അപ്പൊ ഞാൻ നന്നായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ നന്നായിട്ട് പഠിക്കായിരുന്നു, കാരണം എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു മൈൻഡായിരുന്നു അപ്പം തൊട്ടേ. എന്നിട്ട് അവിടെ പോയി, അത് കഴിഞ്ഞ് ഞാൻ 6ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ ടൈമില് അവിടെ തന്നെ ആയിരുന്നു. അപ്പൊ നമുക്ക് ലീവ് സെക്കൻഡ് സാറ്റർഡേ വീട്ടിൽ നിന്ന് ആൾക്കാർ വരും, പക്ഷെ എൻ്റെ അമ്മ അങ്ങനെ വരില്ലായിരുന്നു, കാരണം അമ്മയ്ക്ക് അങ്ങനെ വരാനോ പൈസ ഒന്നും ഇല്ല. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ എല്ലാ സെക്കൻഡ് സാറ്റർഡേ എല്ലാവരെയും വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഒക്കെ വരും. അപ്പൊ അന്ന് നമുക്ക് നന്നായിട്ട് ഫുഡ്, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പൊ കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയും കൊണ്ടുവന്നതാ. എനിക്ക് അങ്ങനെ കാണുമ്പോഴേ ഭയങ്കര സങ്കടം. അച്ഛനും അമ്മയും കുട്ടികളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ എനിക്ക് ഇപ്പൊ പോലും ഞാൻ റീലൊക്കെ കണ്ടാൽ ഞാൻ അങ്ങനെ ഫുള്ള് കാണില്ല, TV-യിലാണെങ്കിലും എന്തെങ്കിലും വന്നാൽ ഞാൻ അങ്ങനെ ഫുള്ള് കാണില്ല. ആ ഒരു സീൻ എനിക്ക് ഭയങ്കര ഒരു ട്രോമയാണ് ചെറിയ. അപ്പം ഞാൻ എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങളുടെ ഒരു വാർഡൻ ഉണ്ട്, അപ്പം ഞങ്ങളെ നോക്കുന്നത് അവരാണ്. അപ്പൊ ഞങ്ങൾ 5ാം ക്ലാസ്സിലെ പിള്ളേരെ നോക്കുന്നത് ഈ ടീച്ചറാണ്. അപ്പൊ ഞങ്ങളുടെ അവിടുത്തെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടീൻ്റെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്, അവരവിടെ തന്നെ ജോലി ചെയ്യുന്ന. അപ്പോഴത്തേനും ഇവർക്ക് അവരോട് ഭയങ്കര സ്നേഹമായിരുന്നു.
അങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് മെന്റലി ഇവര് ഭയങ്കരമായിട്ട് എന്നെ ഭയങ്കര ദേഷ്യവും. ഞാൻ നന്നായിട്ട് പഠിക്കും, അവൾ നന്നായിട്ട് അത്ര പഠിക്കില്ല. അപ്പൊ എന്നെ ലീഡറൊക്കെ ആക്കിയപ്പോഴത്തേനും ആൾക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പൊ എന്റെ ഒരു മാർക്ക് കുറഞ്ഞ ആളെന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തു, എന്നെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ബാത്റൂമിൽ കുളിക്കാൻ കയറിയപ്പോഴത്തേനും വെള്ളത്തിൽ തന്നെ ഞാൻ തല ഇറങ്ങി വീണ് ഒരു 5 മണിക്കൂർ ആ വെള്ളത്തിൽ തന്നെ നടക്കായിരുന്നു. അങ്ങനെ എന്നെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആദ്യത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേനും അവര് പറഞ്ഞു ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജിലും ഉണ്ടാകും പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് അവിടെ വെച്ച് അസുഖം വന്നു, ഫിക്സ് വന്നു. എനിക്കിപ്പോൾ പറയുമ്പോൾ തന്നെ ശ്വാസം മുട്ടുന്നു. അപ്പോൾ ഫിക്സ് വന്നു എനിക്ക് ആദ്യമായിട്ട്. അവിടുന്ന് ഫിക്സ് വന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പത്തനംതിട്ടയിൽ നിന്ന് ആലപ്പുഴ വരെ എത്തണമല്ലോ. അപ്പോൾ അവരിങ്ങനെ വിളിച്ചു പറഞ്ഞു, കുട്ടിക്ക് വയ്യ, വേഗം വരണം, എമർജൻസി ആണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ജോലി ചെയ്യുന്ന വീട്ടിലെ ആൾക്കാർ കാറിൽ അവരുടെ കൂടെ ഇങ്ങ് വന്നു. അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് കൂടിയിട്ടപ്പോഴത്തേനും എനിക്കൊരു സ്പോൺസർ ഉണ്ട് അവിടെ തന്നെ, മദാമ്മ. അപ്പം നമ്മൾ അവിടെ പഠിക്കണ പിള്ളേർക്ക് എല്ലാവർക്കും സ്പോൺസർ ഉണ്ടാവും പുറത്ത്. അവര് വരെ വന്നു എന്നെ കാണാൻ വേണ്ടിയിട്ട്. വന്ന് അവർ ഹോസ്പിറ്റലിൽ വന്ന് എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ, എനിക്ക് ഒന്നും ഓർമ്മയില്ല, അവരെന്നോട് എന്തൊക്കെയോ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള അറിവാണ് എനിക്ക്, ഞാൻ മരിച്ച് എൻ്റെ ബോഡി പുറത്തേക്ക് എടുത്തു വെച്ചേക്കാണ്. ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അപ്പം എൻ്റെ കൂടെ ഒക്കെ ചേച്ചിയുണ്ട്, ചേച്ചി ഞാനും കൂടെ ഹോസ്റ്റലിൽ പഠിക്കുന്ന കസിനാണ്. അപ്പം ഞങ്ങളുടെ അടുത്ത പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുക, ഒന്നും വരല്ലേ എന്നുള്ളൊരു രീതിക്ക്. കാരണം ഇപ്പോഴും അറിയില്ല ആ ഒരു ടീച്ചറിന്റെ കാര്യം കൊണ്ടാണ് എനിക്ക് അങ്ങനെ വന്നതെന്ന് ആർക്കും അറിയില്ല. ഇപ്പം ഞാനിവിടെ പറയുമ്പോഴേ അറിയുള്ളൂ. എന്നിട്ട് എന്നെ മരിച്ചു എന്ന് പറഞ്ഞ് പുറത്തിറക്കി എൻ്റെ അമ്മേനെ ഇൻഫോം ചെയ്തു, കുട്ടി മരിച്ചുപോയി, വേഗം വരണമെന്ന് പറഞ്ഞിട്ട്. അമ്മ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ബോഡി ഇങ്ങനെ മാറ്റുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് അനക്കം വന്നു. അത്ര അവർ പറഞ്ഞിട്ടുള്ള അറിവാണ്. അപ്പം ഇങ്ങനെ വന്നപ്പോഴത്തേനും അത് ഭയങ്കര ഒരു അത്ഭുതമായി. ആ ഒരു ഹോസ്പിറ്റലിൽ അത് ഭയങ്കര ഇതായിരുന്നു. മരിച്ച ഒരാളെ എങ്ങനെ രക്ഷപ്പെട്ടതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു ഡോക്ടർമാരുടെ പ്രോബ്ലം ആയിരിക്കും, അവർക്കത് അറിയാത്തതുകൊണ്ടായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ അവിടെ തന്നെ വാർഡനൊക്കെ പറഞ്ഞു, ഇനി ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല, കുട്ടിക്ക് ഇങ്ങനെ വയ്യാത്തൊരു പ്രശ്നം തുടങ്ങിയേക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നു. പിന്നെ എൻ്റെ അമ്മ എല്ലാ അമ്പലത്തിലും എവിടൊക്കെ ആരെങ്കിലൊക്കെ ഇങ്ങനെ പറയാം, അവിടെ പോയി അങ്ങനെ ചെയ്താൽ മതി, ഇവിടെ പോയി ഇങ്ങനെ, അങ്ങനെ കുറേ പൈസ കൊണ്ട് കളഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് വന്നത് ഫിക്സും പിന്നെ വായിന്നും മൂക്കിന്നും ബ്ലഡ് വരാം. ഇപ്പോഴും ഉണ്ട് എനിക്ക് ഫിക്സും ഇതുപോലത്തെ. പക്ഷെ അതെനിക്ക് പിന്നെ ഒരു ഭയങ്കര ട്രോമയായി പോയി. കാരണം എന്നിട്ടൊന്നും മാറുന്നില്ല. അപ്പൊ അസുഖം കണ്ടുപിടിക്കാൻ പറ്റും. ഈ വായിന്നും മൂക്കിന്നും ചോര എന്താ വരുന്നതെന്നുള്ള ഒരു ഡോക്ടർമാർ ഇന്ന് വരെ കണ്ടുപിടിച്ചില്ല. എല്ലാ ടെസ്റ്റിലും നോർമൽ എനിക്ക്. ആണോ ഇപ്പോഴും? ഇപ്പം വീട്ടില് പിന്നെ സാഹചര്യം ഭയങ്കര മോശമാണ്. അപ്പൊ അമ്മ ഇങ്ങനെ എപ്പോഴും പറയും എന്നെ കൊണ്ട് നോക്കാൻ പറ്റാനുള്ള. അത് കേൾക്കുമ്പോഴും നമുക്ക് ഭയങ്കര പ്രയാസമുള്ള ശരിയായിരിക്കും. പക്ഷെ ഇങ്ങനെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും വീട്ടിൽ വന്നിട്ട് പറയും വേണ്ടാന്നുണ്ടെങ്കിൽ എന്തേലും ചെയ്യേ, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കണ്ടെന്നുള്ളൊരു ഇതായി. അത് കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് എനിക്കൊരു എന്തെങ്കിലും ചെയ്യാൻ കുട്ടിയെ എന്തെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാളത്തേന് ഫിക്സ് ഒന്നും വന്നിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് അമ്മേൻ്റെ കൂടെ ഞാൻ അമ്മ ജോലിക്കാണ് വീട്ടിൽ ഞാൻ പോയി. അവിടെ അവിടുത്തെ കുട്ടി ഞാനിവിടെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ 2 ഇരുമ്പ് ഗേറ്റ് ഇങ്ങനെ തെങ്ങിൽ കെട്ടി വെച്ചേക്കുക, ഈ ചാക്കിന്റെ കയറുകൊണ്ട്. അതിൽ കെട്ടി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് അറിയാണ്ട് പിടിച്ച് വലിച്ചു. അതെന്റെ മേത്തോട്ട് ഒന്ന് വീണു. ഒരെണ്ണം വന്ന് എൻ്റെ തലയിൽ വീണു. അപ്പൊ എൻ്റെ മുഖം പോയിട്ട് നമ്മുടെ ഈ കട്ടയിലേക്ക് പോയി അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മുഖം ഫുള്ള് പോയി. എന്നിട്ട് ഞാൻ എണ്ണിക്കാൻ നോക്കിയപ്പോഴത്തേനും ബാക്കി ഒരു ഗേറ്റും കൂടെ ഉണ്ട്, അതും കൂടെ വന്ന് പുറന്തലയിൽ വീണു. അതോടെ ശുഭമായി. അത് കഴിഞ്ഞ് പിന്നാണ് എനിക്ക് വായിന്ന് മൂക്കിന്നൊക്കെ ബ്ലഡ് വരാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഡോക്ടർ പറഞ്ഞു അത് മാറിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അത് പിന്നീട് എനിക്കൊരു അസുഖമായിട്ട് മാറി. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല, മാറില്ല. നമ്മൾ പൈസ കുറെ കൊടുക്കാന്ന് തന്നെ. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവമൊന്നും ഇല്ല. ദൈവമൊക്കെ ഉണ്ട്. എൻ്റെ അമ്മ എന്തോരം പ്രാർത്ഥിച്ചിട്ട് എന്തോരം നേർച്ചകളൊക്കെ ചെയ്തിട്ടുണ്ട്, പട്ടിണി വരെ കിടന്നിട്ടുണ്ട്. എന്നിട്ട് എന്നെ നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ ഒരു ഗതി ഇല്ലാണ്ടായി. അമ്മ മാത്രമേ ഉള്ളൂ, ബന്ധക്കാരെന്ന് പറയുന്ന ആരും ഇല്ല. എന്നിട്ട് എൻ്റെ അമ്മയടുത്ത് നാട്ടുകാരിലെ കുറെ പേര് പറഞ്ഞു പൈസ ഒന്നും ഇല്ലെങ്കിൽ പോയി തണ്ട് എന്നൊക്കെ പറഞ്ഞു, അച്ഛൻ്റെ വീട്ടുകാരൊക്കെ. അപ്പോഴത്തേനും അമ്മയുടെ കയ്യിലൊരു പാത്രം കൊടുത്തിട്ടിട്ട് അമ്മ മല്ലപ്പള്ളി സ്റ്റാൻഡ് ഉണ്ട്, അവിടെ പോയിട്ട് അമ്മ ഭിക്ഷ എടുക്കുമായിരുന്നു. എൻ്റെ മോൾക്ക് വയ്യ, എന്തെങ്കിലും പൈസ ഒക്കെ തരണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തെണ്ടിയിട്ട് പോലും എൻ്റെ അസുഖം ഇതുവരെ മാറിയിട്ടില്ല. കൂടുന്നതല്ലാണ്ട് കുറഞ്ഞിട്ടേ ഇല്ല. അപ്പം എനിക്ക് മനസ്സിലായി ദൈവം എന്ന് പറയുന്ന ഒരാളില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്കോ എനിക്ക് ഇങ്ങനെ ഒരു ഗതിയേ വരില്ല. ഇപ്പം പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ആഗ്രഹിച്ചതിലും കൂടുതൽ ഭയങ്കര ഒരു ലൈഫ് എനിക്ക് കിട്ടി. അതും
കുട്ടുവിന്റെ കൂടെ വന്നേ പിന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താന്നുള്ളത് ഞാൻ അറിയുന്നത് ലൈഫിൽ